ഹലോ, എല്ലാവർക്കും നമസ്കാരം. പ്ലംബിംഗ് ട്രേഡിലെ ഈ മോഡ്യൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വിവിധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമാക്കുന്നതിനും നനഞ്ഞ പ്രൂഫിംഗ് നടപ്പിലാക്കുന്നതിനും ഞങ്ങൾ സിമന്റ് മോർട്ടറുകളും RCCയും വ്യത്യസ്ത അനുപാതങ്ങളിൽ തയ്യാറാക്കാൻ പോകുന്നു. ഈ പാഠത്തിന്റെ അവസാനത്തോടെ നിങ്ങൾക്ക് ഇവയെല്ലാം ചെയ്യാൻ കഴിയും. ഒരു പ്രത്യേക മിശ്രിതത്തിനായി മോർട്ടാർ ചേരുവകൾ തയ്യാറാക്കുക, മോർട്ടാർ സ്വമേധയാ ഇളക്കുക, ഉചിതമായ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുക, മതിലുകൾ, റൂഫുകൾ, സീലിംഗുകൾ എന്നിവയുടെ കേടുപാടുകൾ തീർക്കുക, നിലകളുടെ ഈർപ്പം നന്നാക്കുക, സിങ്ക് ബെഡ് നന്നാക്കുക. ആദ്യം നമ്മൾ വിവിധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ സിമന്റ് മോർട്ടറുകളും RCCയും വ്യത്യസ്ത അനുപാതങ്ങളിൽ തയ്യാറാക്കാൻ പോകുന്നു. ഇതിന് ആവശ്യമായ മെറ്റീരിയലുകളും ഉപകരണങ്ങളും: സ്പേഡ്, ബക്കറ്റ്, മഗ്, മെഷറിംഗ് ബോക്സ്, മോർട്ടാർ പാൻ, മേസൺ ട്രോവൽ, GI ഷീറ്റ്സ് ഫോർ പ്ലാറ്റ്ഫോം, സിമന്റ് ഒരു ബാഗ്, സാൻഡ് 5 ബോക്സ്, വാട്ടർ ആവശ്യത്തിന്. ഇനി നമുക്ക് പ്രൊസീജിയർ ആരംഭിക്കാം. മിക്സിംഗ് ചെയ്യേണ്ട സ്ഥലം നിരപ്പാക്കുക. നിരപ്പാക്കിയ ഗ്രൗണ്ടിൽ മതിയായ എണ്ണം GI ഷീറ്റുകൾ സ്ഥാപിക്കുക. മിക്സിംഗ് ഏരിയയ്ക്ക് സമീപം ആവശ്യമായ അളവിൽ മണലും വെള്ളവും കൊണ്ടുവരിക. അളക്കുന്ന പെട്ടി ഉപയോഗിച്ച് മണൽ അളക്കുക. ഒരു കൂമ്പാരം ഒഴിക്കുക. സിമന്റ് ബാഗ് ട്രാൻസ്പോർട്ട് ചെയ്യുക. മണൽ കൂമ്പാരത്തിൽ വയ്ക്കുക. സിമന്റ് ബാഗ് തുറന്ന് മണലിൽ സിമന്റ് തുല്യമായി ഒഴിക്കുക. ഈ പ്രക്രിയയിൽ സ്വീകരിക്കേണ്ട പ്രധാന മുൻകരുതലുകൾ: എപ്പോഴും ഒരു പൊടി മാസ്ക് ധരിക്കുക. ചോർച്ച തടയുന്നതിനും സിമന്റ് കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിനും ബാഗിന് കേടുപാടുകൾ വരുത്താതെ സിമന്റ് ബാഗുകൾ മുറിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു യൂണിഫോം വരെ ഉള്ളടക്കങ്ങൾ ഇളക്കുക. ഉണങ്ങാൻ ഒരു പാര ഉപയോഗിക്കുക. ചേരുവകൾ ശരിയായി മിക്സ് ചെയ്തിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്ന നിറം വന്നു എന്ന് ഉറപ്പാക്കുക. മോർട്ടറിന്റെ ശരിയായ സ്ഥിരത ഉറപ്പാക്കാൻ വെള്ളം സിമന്റ് അനുപാതം അനുസരിച്ച് മതിയായ അളവിൽ വെള്ളം ചേർക്കുക. കൂമ്പാരത്തിന് പുറത്ത് വെള്ളം ഒഴുകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ വേഗത്തിൽ ഇളക്കുക. ഒരു മഗ് ഉപയോഗിച്ച് ബാക്കിയുള്ള വെള്ളം ഒഴിക്കുക. ഒപ്പം ഒരേ സമയം മിക്സ് ചെയ്യുന്നത് തുടരുക. വെള്ളം ചേർക്കാൻ ക്യൂറിംഗ് പൈപ്പ് ഉപയോഗിക്കരുത്. മോർട്ടറിന്റെ സ്ഥിരത ഏകീകൃതമാകുന്നതുവരെ ഇളക്കുക. അധിക വെള്ളം ഒഴുക്കുന്നത് മിശ്രിതം നേർപ്പിക്കും. മിശ്രിതം 30 മിനിറ്റ്സിനുള്ളിൽ മോർട്ടാർ ഉപയോഗിക്കുക. ചേരുവകൾ അളക്കാൻ നമുക്ക് ഇപ്പോൾ ഒരു മെഷറിംഗ് ബോക്സ് ഉപയോഗിക്കാം. മെഷറിംഗ് ബോക്സ് വർക്ക് ഏരിയയിലേക്ക് അടുപ്പിക്കുക. അളക്കുന്ന പെട്ടി ഉപയോഗിച്ച് ചേരുവകൾ അളക്കുക. ഒരു മോർട്ടാർ പാൻ ഉപയോഗിച്ച് അളക്കുന്ന ബോക്സ് നിറയ്ക്കുക. ബോക്സ് നിറഞ്ഞു കഴിഞ്ഞാൽ അധിക മണൽ നീക്കം ചെയ്യാൻ ഒരു ട്രോവൽ ഉപയോഗിക്കുക. ഇനി നമുക്ക് സിമന്റ് മോർട്ടാർ മിക്സ് ചെയ്യാൻ പഠിക്കാം. വെള്ളം കയറാത്ത പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് മോർട്ടാർ മിക്സ് ചെയ്യുക. ചെറിയ അളവിൽ MS ട്രേയും വലിയ അളവിൽ GI ഷീറ്റും ഉപയോഗിക്കുക. ആവശ്യമായ അളവിൽ മണലും സിമന്റും മിക്സ് ചെയ്യുക. അവ ഒരു അറ്റത്ത് നിന്ന് മറ്റൊരു അറ്റത്തേക്ക് തിരിക്കുക. മിശ്രിതം ഏകതാനമാകുന്നതുവരെ ഒരു കോരിക ഉപയോഗിച്ച് മുറിക്കുക. ചേരുവകൾ നന്നായി യോജിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ അവയെ എതിർദിശകളിലേക്ക് ഇളക്കുക. എന്നിട്ട് ഒരു കൂമ്പാരം ഉണ്ടാക്കുക. കൂമ്പാരത്തിന്റെ മധ്യത്തിൽ ഒരു വിടവ് സൃഷ്ടിക്കുക. മിക്സ് ചെയ്യുന്നത് തുടരുമ്പോൾ ഒരു മഗ് ഉപയോഗിച്ച് ആവശ്യമായ അളവിൽ വെള്ളം ചേർക്കുക.
വെള്ളം സിമന്റ് അനുപാതം അനുസരിച്ച് വെള്ളം ചേർക്കുന്നത് ഉറപ്പാക്കുക. പ്ലെയിൻ കോൺക്രീറ്റും RCCയും ഒരുക്കുന്നതിന് ഇതേ നടപടിക്രമം പാലിക്കണം. കോൺക്രീറ്റ് തയ്യാറാക്കുമ്പോൾ പരുക്കൻ അഗ്രിഗേറ്റുകൾ ചേർക്കണം. RCC അല്ലെങ്കിൽ റൈൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ് മിക്സ് അനുപാതം പദ്ധതിയുടെ ഘടനാപരമായ ആവശ്യകതകളെയും സവിശേഷതകളെയും ആശ്രയിച്ചിരിക്കുന്നു. എന്നിരുന്നാലും RCCയുടെ ഒരു പൊതുമിശ്രിത അനുപാതം 1:2:4 ആണ്. അതായത് ഒരു ഭാഗം സിമന്റ്, 2 ഭാഗങ്ങൾ ഫൈൻ മണൽ പോലെയുള്ള അഗ്രിഗേറ്റുകൾ, ചരൽ അല്ലെങ്കിൽ ചതച്ച കല്ല് പോലെയുള്ള 4 ഭാഗങ്ങൾ. ഇനി നമുക്ക് ടാമ്പ് പ്രൂഫിങ്ങിനെ കുറിച്ച് പഠിക്കാം. ഈ ടാസ്ക് അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ കഴിയും. മതിലുകൾ, സെല്ലിംഗ്, മേൽക്കുര എന്നിവയുടെ കേടായ ഭാഗങ്ങൾ നന്നാക്കുക. നിലകളുടെ ഈർപ്പം നന്നാക്കുക. സിങ്ക് ബെഡ് നന്നാക്കുക. ഇതിനായി ആവശ്യമായ ഉപകരണങ്ങളും വസ്തുക്കളും: ജോയിന്റുകൾ, ബോൾപിൻ ഹാമർ, വുഡൻ ഫ്ലോട്ട്, മോർട്ടാർ പാൻ, മേസൺ ട്രോവൽ, കോൾഡ് ചീസൽ ഫ്ലാറ്റ് ഒരെണ്ണം, സ്ട്രെയിറ്റ് എഡ്ജ്, സ്പിരിറ്റ് ലെവൽ, ചിപ്പിംഗ് ഹാമർ, സിമന്റ് ആവശ്യത്തിന്, മണൽ ആവശ്യത്തിന്, അഗ്രിഗേറ്റ് ആവശ്യത്തിന്, ആസ്ഫാൾട്ട് ആവശ്യത്തിന്, അലൂമിനിയം ഷീറ്റ് ആവശ്യത്തിന്, കോപ്പർ ഷീറ്റ് ആവശ്യത്തിന്, ലെഡ് ഷീറ്റ് ആവശ്യത്തിന്, ബിറ്റുമിനസ് ഫെൽറ്റുകൾ ആവശ്യത്തിന്, MS റോഡ് ആവശ്യത്തിന്. ഇനി നമുക്ക് ഡാം പ്രൂഫിംഗ് നോക്കാം. ഈ ജോലിക്ക് ആവശ്യമായ ശരിയായ ഹാൻഡ് ടൂളുകളും വസ്തുക്കളും തിരഞ്ഞെടുക്കുക. വാതിൽ ഫ്രെയിമുകൾ, ജനാലകൾ, സാനിറ്ററി ജോയിന്റുകൾ, മഴവെള്ള പുറമ്പോക്ക് എന്നിവ പരിശോധിക്കുക. സമ്പന്നമായ സിമന്റ് മോർട്ടാർ ഉപയോഗിച്ച് മതിലിലെ വിള്ളലുകൾ ശരിയായി പ്ലാസ്റ്റർ ചെയ്യണം. ബാത്റൂം പൈപ്പ് സന്ധികളുടെ കേടായ ഭാഗങ്ങൾ തിരിച്ചറിയണം. കേടായ പൈപ്പുകൾ ചോർച്ച പരിഹരിച്ച് ഉചിതമായ വസ്തുക്കൾ ഉപയോഗിച്ച് വീണ്ടും പാക്ക് ചെയ്ത് നന്നാക്കണം. ടെറസിൽ വെള്ളം കയറുന്നത് തടയാൻ നനഞ്ഞ ഭാഗങ്ങൾ ക്ലിപ്പ് ചെയ്യണം. നന്നായി ഉണങ്ങിയ മോർട്ടാർ പ്രയോഗിച്ചതിനു ശേഷം വാട്ടർ പ്രൂഫിംഗ് സംയുക്തം പ്രദേശം പ്ലാസ്റ്റർ ചെയ്യാൻ ഉപയോഗിക്കണം. ലെവൽ പരിശോധിക്കണം. തുരുമ്പെടുത്തതോ കേടായതോ ആയ പൈപ്പുകളോ സന്ധികളോ നീക്കം ചെയ്യുകയും പുതിയ പൈപ്പുകളോ സന്ധികളോ സ്ഥാപിക്കുകയും വേണം. അടുക്കളയിലെ സിങ്ക്, വാഷ് ബേസിൻ, വാഷിംഗ് മെഷീൻ, ബാത്ത് ടബ്, ഔട്ട്ലെറ്റ് ഡ്രെയിനുകൾ എന്നിവയിലെ ചോർച്ച കണ്ടെത്തണം. ഉപകരണങ്ങൾ മാറ്റിയോ വൈറ്റ് സിമന്റ് ഉപയോഗിച്ചോ ഈ ചോർച്ച പരിഹരിക്കണം. ഓവർഹെഡ് RCC വാട്ടർ ടാങ്കുകളിലെ വിള്ളലുകൾ പരിശോധിച്ച് ഈ വിള്ളലുകളിൽ ഒരു ചെറിയ ഇരുമ്പ് ദണ്ട് സ്ഥാപിക്കണം. ഈ പൊട്ടിയ ഭാഗങ്ങൾ പ്ലാസ്റ്ററിങ്ങിനായി സമ്പന്നമായ സിമന്റ് മോർട്ടറും വാട്ടർ പ്രൂഫിംഗ് സംയുക്തവും ഉപയോഗിക്കണം. സാനിറ്ററി ഫിറ്റിംഗുകളിലെ സന്ധികളിൽ നിന്ന് പഴയ വെളുത്ത സിമന്റ് നീക്കം ചെയ്യുക. സാനിറ്ററി ഫിറ്റിംഗുകളിൽ സന്ധികളിൽ പുതിയ വൈറ്റ് സിമന്റ് ഉപയോഗിക്കണം. മറഞ്ഞിരിക്കുന്ന ജല പൈപ്പ് ലൈൻ ചോർച്ച കണ്ടെത്തണം. സമ്പന്നമായ സിമന്റ് മോർട്ടാർ ഉപയോഗിച്ച് പുതിയ പൈപ്പ് ലൈനുകളും പ്ലാസ്റ്ററും ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുക. ചോർച്ച തിരിച്ചറിയാൻ ബാത്റൂം ഫ്ലോർ ടൈലുകൾ പരിശോധിക്കുക. അസ്ഫാൾട്ട്, അക്വാപ്രൂഫ്, വൈറ്റ് സിമന്റ് എന്നിവ ഉപയോഗിച്ച് പുതിയ ടൈലുകളും പ്ലാസ്റ്റർ ജോയിന്റുകളും മാറ്റി പൊട്ടിയ ടൈലുകൾ മാറ്റുക. ഇതെല്ലാം എങ്ങനെയെന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക മിശ്രിതത്തിനായി മോർട്ടാർ ചേരുവകൾ തയ്യാറാക്കുക. മോർട്ടാർ സ്വമേധയാ ഇളക്കുക. ഉചിതമായ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുക. മതിലുകൾ, റൂഫുകൾ, സീലിംഗുകൾ എന്നിവയുടെ കേടുപാടുകൾ തീർക്കുക. നിലകളുടെ ഈർപ്പം നന്നാക്കുക. സിങ്ക് ബെഡ് നന്നാക്കുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.